ന്യൂസ് 18 കേരളത്തിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് എൻ്റെ വീട്ടിലാണ് ഓണാഘോഷം. ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് കൃഷ്ണേന്ദു എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. വെരി ഹാപ്പി ഓണം. ഫുൾ ഓണം വൈബായി കഴിഞ്ഞു. ഫുൾ ഓണം വൈബായി. എന്തുണ്ട് ഓണം വിശേഷം? ഇത്തവണത്തെ ഓണം നമ്മൾ താമസമായതിനു ശേഷം ആഘോഷിക്കുന്ന ആദ്യത്തെ ഓണം. അടിപൊളി. അപ്പോൾ സ്പെഷ്യലാണ്. അതെ. പിന്നെ ഇനി എന്താണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി? നമ്മുടെ അജണ്ട എന്താണ്? നമ്മുടെ അജണ്ട നമുക്ക് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വിഭവങ്ങൾ. ഇപ്പോൾ കാസർഗോഡുകാരുടെ ഓണം വ്യത്യസ്തമാണ്, അതുപോലെ കണ്ണൂരുകാരുടെ ഓണം അതിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നോൺ വെജ് സദ്യയൊക്കെയാണ് ഓണത്തിന് വിളമ്പുന്നത്. അതിനകത്ത് മീനുണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും. അങ്ങനെയാണ് ഒരു കണ്ണൂരുകാരുടെ ആൾക്കാർക്ക് നോൺ വെജ് ഇല്ല. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് ഇപ്പം മലപ്പുറം ജില്ല വരെ നോൺ വെജ് ഒക്കെ ഓണത്തിനുണ്ടാവും. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പ്യുവർ വെജിറ്റേറിയൻ. ചില ആൾക്കാർ ഓണത്തിൻ്റെ സീസണിൽ അത്തം തുടങ്ങി തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി ഒക്കെ ആ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ഫ്രിഡ്ജിൽ പോലും ഒരു നോൺ വെജ് സാധനം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് അല്ലേ. ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം ഈ ചിങ്ങമാസം അത്തം തുടങ്ങുന്നതിന് ഒരു 2 ദിവസം മുമ്പ് അതൊക്കെ എല്ലാം വെച്ച് തീർത്ത് പിന്നെ ഫ്രിഡ്ജ് മൊത്തം വെജിറ്റേറിയൻ സാധനങ്ങൾ കൊണ്ട് നിറയും. അപ്പോൾ വ്യത്യസ്തമായ ഒരു ആഘോഷ രീതിയാണ്. വടക്കേ മലബാറിലെ ഒരു നോൺ വെജ് സദ്യയും. ഇപ്പം പക്ഷേ ഞാൻ നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം വെജാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. അല്ല, സ്പെഷ്യൽ ഏതാണ്? അതായത് ചേട്ടൻ്റെ സ്പെഷ്യാലിറ്റി വടക്കൻ മലബാർ ആണോ അതോ ഇങ്ങോട്ടാണോ, എന്താണ്? സദ്യയിൽ എനിക്ക് ആറന്മുള ഓണക്കാലത്താണ്. ഈ ആറന്മുള വള്ളസദ്യയുടെ ഒരു സമയം ഓണക്കാലത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ അല്ലെങ്കിൽ ഇത്രയും വിഭവസമൃദ്ധമായ സദ്യ വേറെ ഇല്ല. പിന്നെ ഞാൻ ട്രിവാൻഡ്രംകാരനായതുകൊണ്ടും ആയിരിക്കാം, ട്രിവാൻഡ്രം സദ്യയുടെ ഒരു നിശ്ചിത ഓർഡർ ഉണ്ട്. റിപ്പീറ്റ് ഒന്നും തരില്ല. അതൊരു ഫീലാണ്. ട്രിവാൻഡ്രം സദ്യ ഇവിടുത്തെ കാര്യമാണ്. ഓക്കെ. ട്രിവാൻഡ്രം സദ്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിട്ടവട്ടം പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ റിപ്പീറ്റ് ഒന്നും ചോദിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ പുളിശ്ശേരി നല്ലതാണ്, ഒന്നുകൂടെ തരുമെന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല. പുളിശ്ശേരിയൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് കിട്ടുമായിരിക്കും, പക്ഷേ തൊടുകറികളൊന്നും തന്നെ നമുക്ക് കിട്ടില്ല. പക്ഷേ വള്ളുവനാടൻ സദ്യയുടെ ഒരു ഗുണം, ഏതാണോ നമുക്കിഷ്ടം, കാളൻ നമുക്കിഷ്ടം, കട്ടിക്കാളനാണ്, ഇലയുടെ സൈഡിലാണ് വിളമ്പുന്നത്. ആ കാളൻ നമുക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പുളിയിഞ്ചി നമുക്ക് ഇഷ്ടപ്പെട്ടു. പുളിയിഞ്ചി കുറച്ചുകൂടെ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. സാമ്പാർ വീണ്ടും തരും, അവിയൽ വീണ്ടും തരും. അങ്ങനെയാണ് വള്ളുവനാടൻ സദ്യയുടെ ഒരു പ്രത്യേകത. വിഭവങ്ങൾ ട്രിവാൻഡ്രം സദ്യയുടെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും വള്ളുവനാടൻ സദ്യ റിപ്പീറ്റ് ആയിട്ട് വിളമ്പും. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഫാമിലിയെ പരിചയപ്പെടുത്താം. ദിവ്യ അല്ല, പരിചയപ്പെട്ടിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വിട്ടുപോയി. ദിവ്യ TV പ്രൊഡ്യൂസർ ആയിരുന്നു. പിന്നെ ഇപ്പം സ്വന്തമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദിവ കളക്ഷൻസ് എന്ന പേരിലൊരു വളയുടെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നു. ഒക്കെ നന്നായിരിക്കും അല്ലേ? കുറച്ച് കുപ്പിവെള്ളം കിട്ടുന്നോ? പിന്നെന്താ. എന്റെ ജോലി ഇപ്പോഴും അതുകൊണ്ട് ബിസിനസ് ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ. എല്ലാവരും കലാകാരന്മാരാണ്. അതെ അതെ. ദക്ഷ ജേർണലിസം സ്റ്റുഡന്റ് ആണ്, എടുത്തു പറയണം. മീഡിയ ജേർണലിസം സ്റ്റുഡന്റ് ആണ്, ഡ്രാമ പെർഫോമർ ആണ്, ജിംനാസ്റ്റ് ആണ്, നാഷണൽ പ്ലെയർ ആണ്. ദർശ് ഫുട്ബോളറാണ്, തബല ഉണ്ട്. അങ്ങനെ എന്റെ അച്ഛൻ, ദിവ്യയുടെ അച്ഛൻ നല്ല ആർട്ടിസ്റ്റ്. അപ്പോൾ അച്ഛൻ്റെ അടുത്താണ് പഠിക്കുന്നത്. മൃദംഗം, തബല, കീബോർഡ് എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒരു റൗണ്ട് നമുക്ക് പെർഫോമൻസും ഉണ്ട്. സ്പെഷ്യലി ഏബിൾഡ് കുട്ടികളെയും അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്, ദിവ്യയുടെ അച്ഛൻ. പിന്നെ എൻ്റെ അച്ഛൻ ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. അച്ഛൻ നാടകങ്ങളൊക്കെ, അമേച്ചർ നാടകങ്ങളൊക്കെ കുറേ ചെയ്തിരുന്നു, ഞാനും കുറേ ചെയ്തിരുന്നു. അങ്ങനെ ഈ മേഖലയിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഇത് ദക്ഷ, ഇത് ദർശ്. ഹായ് പറ. അതെ, ഹായ്. നമുക്കല്ല, അവിടെ പ്രേക്ഷകർക്ക് ഹായ്. ദക്ഷ ഹായ് പറ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കുക്ക് ചെയ്യാം? രണ്ടുപേരും നല്ല കുക്കാ. ഇവൻ ചായ ഇടും,
മുട്ട പൊരിച്ചുകൊണ്ട് തരും, അടിപൊളി. നൂഡിൽസ് ഉണ്ടാക്കും. അങ്ങനെ അവനെ കൊണ്ട് പറ്റുന്ന പരിപാടികൾ. ആ ദക്ഷ എല്ലാം ദക്ഷ ഈ സാധാരണ ഞാൻ കുക്ക് ചെയ്യാൻ ഞാൻ വൈകിട്ട് അമ്മമാരോടല്ലേ പറയണ, അമ്മ എനിക്ക് എന്തിനുണ്ട്, അവരെന്നോട് പറയാറില്ല. നേരെ ചേച്ചിയെ സോപ്പിട്ടിട്ട് അവർ രണ്ടും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് വൈകിട്ട് എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് വൈകുന്നേരം വരാൻ തോന്നുന്നു. ദക്ഷ അത്യാവശ്യം നന്നായിട്ട് ബട്ടർ നോർത്തിന്റെ ഡിഷുകളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ബട്ടർ ചിക്കൻ ആണ് അവളുടെ ഒരു മെയിൻ, പനീർ ബട്ടർ മസാല. അങ്ങനെ ഇതൊക്കെ ആദ്യമേ പറയണ്ടേ? ഇത് ഇവളുടെ കുക്കിംഗ് എന്താന്ന് വെച്ചാൽ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അവൾ എവിടെ ചെന്നാലും ഓർഡർ ചെയ്യുന്നത്, നമുക്ക് ഒരു എപ്പിസോഡും കൂടെ നമ്മളതായിരിക്കും ഇനി എടുക്കുന്നത്. എവിടെ ചെന്നാലും ഓർഡർ ചെയ്യുന്ന സാധനങ്ങളാണ് അവൾ വീട്ടിലുണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് അതേ ടേസ്റ്റ് നോക്കി പഠിച്ചിട്ട്. അപ്പോ നമുക്കെന്നാ ഈ സമയം കളയാതെ കുക്കിങ്ങിലേക്ക് പോവാം, മെയിൻ കാര്യത്തിലേക്ക് പോവാം. ശരി. ടേബിൾ കാണുമ്പോഴേ സന്തോഷമുണ്ട്. ഒന്ന്, ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, പണിയും കുറവാണ്. ഇൻഗ്രീഡിയൻസ് ആകെ 3 സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. മലയാളത്തിലെ ആദ്യത്തെ കൂട്ടാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഡിഷാണ് ഇഞ്ചി തൈര്. ഇഞ്ചി തൈര് നമ്മുടെ സദ്യയിൽ ആദ്യം വിളമ്പുന്ന കൂട്ടാൻ എന്നൊക്കെ എഴുതി കേട്ടിട്ടുണ്ട്. ഇത്രയും സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഞ്ചി തൈര് കഴിച്ചിട്ടില്ല, ഇന്ന് വരെ കഴിച്ചിട്ടില്ല. പേര് കേൾക്കുമ്പോൾ ഞാൻ ഒന്നുമില്ല, ഇഞ്ചി, പച്ചമുളക്, തൈര്, പിന്നെ ഉപ്പ്. കുക്കിംഗ് ഒന്നുമില്ല. ചിലർ ഇഞ്ചി തൈരിൽ കുക്ക് ചെയ്യാറുണ്ട്, കടുക് താളിച്ച് അതിന്റെ മുകളിൽ ഒഴിക്കാറുണ്ട്. ഇത് ഇഞ്ചി തൈരിൽ ശരിക്കും അങ്ങനെ വേണമെന്ന് പോലും ഇല്ല, കടുക് താളിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട്, ഇത് ഒരു പാഠവും കൂടിയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കുക്കിംഗ് ആണ് ഏറ്റവും നല്ലത്. ലാളിത്യം. അപ്പോൾ ഓണക്കാലത്ത് നമുക്ക് ഏറ്റവും ലാളിത്യമുള്ള, പക്ഷെ ഇതിനകത്തൊരു കഥയും കൂടിയുണ്ട്. ഈ ഒരു കൂട്ടാനാണ് ഇഞ്ചി തൈര് എന്ന് പറയുന്നത്. കൂട്ടാനൊന്നും പറയാൻ പറ്റൂല. ഈ ഇൻഗ്രീഡിയൻസ് 3 ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കുന്ന ഈ സാധനമാണ് പറയി പെറ്റ പന്തരുകുലത്തിലെ ആ 12 മക്കളും ഉണ്ടാവാനുള്ള കാരണം ഈ ഒരൊറ്റ കൂട്ടാനാണ്. വിശ്വസിക്കുക. ഒരു കണക്ഷനും കിട്ടാത്തൊരു കാര്യം. വരരുചി കേട്ടിട്ടില്ലേ? വരരുചി ബുദ്ധിമാനായ ഒരാളാണ്, ഒരു വാഗ്മിയാണ്, അറിവുള്ള ആളാണ്. പുള്ളിയുടെ ഒരു വിധി എന്താണെന്ന് വെച്ചാൽ ഒരു പറയി പെണ്ണിനെ കല്യാണം കഴിക്കുന്നതായിരുന്നു പുള്ളിയുടെ വിധി ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു യാത്രാമധ്യേ ഒരു വീട്ടിൽ, സാധാരണ പണ്ട് ഹോട്ടലുകളൊന്നുമില്ലല്ലോ, ഒരു വീട്ടിൽ കയറി, ഒരു ബ്രാഹ്മണ കുലത്തിൽ അദ്ദേഹം പോയി. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടി, പഞ്ചമി എന്നാണ് അവളുടെ പേര്. അങ്ങനെ പഞ്ചമിയെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. കഴിക്കാൻ എന്താ എടുക്കേണ്ടതെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എനിക്ക് 101 കറികളും കൂട്ടിയിട്ട് ആഹാരം വേണമെന്ന് പറഞ്ഞു. പിന്നെ 4 പേര് ചുമക്കണം എന്ന് പറഞ്ഞു എന്നെ. ആഹാരം കഴിഞ്ഞാൽ 4 പേര് ചുമക്കണം. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ ചവയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഈ 101 കറികളുടെ ഗുണങ്ങൾ അടങ്ങിയ ഒരു കൂട്ടാനാണ് ഇഞ്ചി തൈര് എന്നാണ് വിശ്വാസം. എന്ന് വെച്ചാൽ ഈ ഇഞ്ചിക്ക് അത്രയും നമ്മുടെ എന്ത് കഴിച്ചാലും ആ ദഹിച്ച് പോകാനായിട്ട് ഇഞ്ചി ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ വയറിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, നമ്മൾ ചുക്ക് കാപ്പി കുടിക്കൂലേ, അത് വയറിനെ സുഖപ്പെടുത്താനാണ്. അപ്പോൾ വയറിന് ഏറ്റവും നല്ല സാധനം ഇഞ്ചിയാണ്. അതുപോലെ തന്നെ തൈരും പ്രീബയോട്ടിക് ആണ്, പ്രോബയോട്ടിക് ആണ്. ഒരുപാട് ഈവൻ നല്ല ബാക്ടീരിയസിനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല സാധനം തൈരാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് കൂടെ ചേരുന്നത്. അപ്പോൾ ഇത് 100 കറികൾക്ക് സമമാണ്, 101 കറികൾക്ക് സമമാണ്. അങ്ങനെ പഞ്ചമി എന്ത് ചെയ്തു, ചോറും അതിനോടൊപ്പം ഇഞ്ചി തൈരും കൂട്ടി അദ്ദേഹത്തിന് ആഹാരം കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 പേര് ചുമക്കണം എന്ന് പറഞ്ഞത് കട്ടിൽ 4 കാലുകളാണ്. അപ്പോൾ കട്ടിൽ, അത് കഴിഞ്ഞ് 3 പേരെ ചവയ്ക്കണം എന്ന് പറഞ്ഞാൽ വെറ്റില പാക്ക് ചുണ്ണാമ്പ്, അതാണ് 3 പേര്. അങ്ങനെ ഇതെല്ലാം ചെയ്തപ്പോൾ ഇത്രയും ബുദ്ധിശാലിയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു. പഞ്ചമിയെ വരരുചി കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണ് ഈ പറയിലറ്റ പന്തിരൂലം ഉണ്ടാവുന്നത്. അതിന് മൂല കാരണമായത് ഈ കറിയാണ്, ഈ കൂട്ടാനാണ്, ഈ ചെറിയ സാധനമാണ്. നമുക്ക് ആദ്യം ഇന്നത്തെ ഈ നമ്മുടെ ഓണത്തിന്റെ ഈ പാചകത്തിൽ ആദ്യം നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കാം. ഇഞ്ചി തൈര് അറിഞ്ഞുകൂടാത്തവർക്കും ഇനി ഹേറ്റേഴ്സ് കുറെ കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അതാ പൊട്ട, അത് ഇഞ്ചി തൈരല്ല, അത് പുളി ഇഞ്ചിയാണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. 2 ഇഞ്ചി തൈര് വേറെ, പുളിയിഞ്ചി വേറെ. ഇല്ല, സദ്യ വിളമ്പുമ്പോൾ, പഴയ കാലത്ത് സദ്യ വിളമ്പുമ്പോൾ ആദ്യം വിളമ്പുന്ന ഇഞ്ചി തൈരായിരുന്നു.
ദഹനത്തെ ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഉപ്പ് salad വിളമ്പും. ആണെന്നാ വിചാരിച്ചത്. ഇതൊക്കെ അല്ല ഇച്ചിരി. ഇല്ല. ആദ്യം ഉപ്പ് വിളമ്പും, അത് കഴിഞ്ഞാൽ ഇഞ്ചി തൈരാണ് വിളമ്പേണ്ടത്. ഒരു പഴയ കാലത്തെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഇഞ്ചി തൈരാണ് വിളമ്പി. മലയാളത്തിലെ ആദ്യത്തെ കൂട്ടാൻ എന്ന് ഖ്യാതി കിട്ടിയ ഒരു സാധനമാണ്. നമുക്കിത് തുടങ്ങിയല്ലോ. പിന്നെന്താ, നമുക്ക് ആദ്യം ഇഞ്ചി, കുറച്ച് ഇഞ്ചി മതി. ഇനി അതിലേക്ക് തൈര്. ഈ തൈര് അങ്ങനെ അടിച്ച തൈരാവണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇതിൽ ചേർത്തൊന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിൽ 1-2 സാധനങ്ങളോട് ചേർക്കാൻ, ഉപ്പും ചേർക്കാനുണ്ട്, പച്ചമുളകും ചേർക്കാനുണ്ട്. പച്ചമുളകിൻ്റെ കാര്യം ദിവ്യയോട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ദിവ്യയുടെ ഗാർഡനിൽ പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയാൽ തന്നെ പച്ചമുളക് മേടിക്കണ്ട, അതിനോട് ചുറ്റും നടന്ന് നോക്കിയായിരുന്നു. അത്യാവശ്യം സംഭവങ്ങളുണ്ട്. അതെ. അപ്പം ദിവ്യ, വാവ്, ഇത് ചെറിയ ഗാർഡൻ അല്ല എന്തായാലും. അല്ല ദിവ്യയുടെ പല ടൈപ്പ് മുളക്. പല ഇതൊന്നും ടൈപ്പ്. കണ്ടില്ലല്ലോ. ഇത് മണമുള്ള മുളക. മണവും നല്ല എരിവുണ്ട്, നല്ല എരിവാണ്. മനസ്സിലാവും. ഇത് മണമുള്ള മുളക. ഇത് ഇടട്ടെ. ഇട്ടോളൂ. നല്ല മണം വരുന്നുണ്ട്. ഇത് ഈ മുളകിൻ്റെ പ്രത്യേകത, കൈ എവിടെ ടച്ച് ചെയ്താൽ കൈ കുറേ നേരം നീറും. നോർമൽ പച്ചമുളക് കൂടെ ഇടാം. ഇത് വേറെ മുളകല്ല, ഇത് വേറെ, അത് വേറെ, അത് വേറെ. കളർഫുൾ ആയിക്കോട്ടെ. ഇതും അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഈ നേർത്ത മുളകില്ലേ, ഇപ്പം നമ്മൾ അരിഞ്ഞില്ലേ ഈ മുളകില്ലേ, ഇത് നല്ല എരിവാണ്, അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, ഇതാണ് ഇഞ്ചി തൈര്. ഇനി വേണമെങ്കിൽ നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ കൂട്ടാൻ. വരരുചിയുടെ പ്രിയപ്പെട്ട ഇഞ്ചി തൈര് 101 കറികൾക്ക് സമം. എനിക്കത്തെ മണം വന്നപ്പോഴേ കൊതി വരാൻ തുടങ്ങി. ഭയങ്കര ആ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് അല്ലേ, അത് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനകത്ത് കടുക് താളിച്ചിടുന്നവരുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റ് അല്ലേ? കുറച്ച് പുളി കൂടുതൽ ഇഷ്ടമാണ്. പുളിപ്പുള്ള, അത്യാവശ്യം പുളിപ്പുള്ള തൈര നല്ലതാ. ഇതാണ് ഇഞ്ചി തൈര്. ഭയങ്കര ഒരു ലൈറ്റ് ഫീൽ ഉള്ള കറി എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ആയിട്ട് വെറുതെ ചോറിൻ്റെ കൂടെ കഴിച്ചാലും ഇതും നന്നായിട്ട്. ശരിക്കും ഇതും ഒരു ചമ്മന്തി, ചോറ്, 3 സാധനങ്ങൾ മതി. ഇഞ്ചി തൈര്, ചമ്മന്തി, ചോറ് മതി. ഗംഭീരം. അതെ, അത് നല്ല കോമ്പിനേഷനാണ്. അച്ചാറൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. നല്ലതല്ലേ? അടിപൊളിയാണ്. ഓക്കെ. ഇനി പിന്നെ വള്ളുവനാടൻ ഡിഷാണ് ശരിക്കും. ഇതും വള്ളുവനാട്ടുകാരുടെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പുളിയിഞ്ചിയാണ് വള്ളുവനാട്ടുകാരുടെ സദ്യകൾ. ഇഞ്ചിത്തൈര് വള്ളസദ്യയിലുണ്ട്. പഴയകാല കേരളത്തിൻ്റെ സദ്യകളിൽ ആദ്യത്തെ കൂട്ടാനായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമാണ്. അത് എല്ലാ സദ്യകളിലും ഉണ്ട്. ഇപ്പോൾ പക്ഷേ കല്യാണ സദ്യകളിലൊക്കെ കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതിനകത്തൊക്കെ ഉണ്ട് ഈ ഇഞ്ചിത്തൈര് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വള്ളസദ്യയിൽ ഇഞ്ചിത്തൈരിൻ്റെ പാട്ട് പാടി ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇഞ്ചിത്തൈര് എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു പാളത്തൈര് ചോദിക്കുന്നുണ്ട്. ഇഞ്ചിത്തൈര് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പാളത്തൈര് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാളയിൽ തൈര്, പണ്ട് പാളയിലാണ് തൈര് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ കോലപ്പാടി രാമച്ചാരുടെ എന്തോ ഒരു പയ്യൻ പാളത്തൈരേ എന്നാണ് വിളിക്കുന്നത്.
പാളത്തൈര് ചോദിക്കുന്നു. കേട്ടതുപോലെ ഉണ്ട്. അതെ അതെ നോക്കാം. നമ്മൾ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി തെറിവിളി കേട്ടാൽ നിൽക്കണ്ട. ഇപ്പം മുഴുവൻ അങ്ങനെയാണല്ലോ. കഴിഞ്ഞ വർഷം വള്ളസദ്യ എടുത്തിരുന്നു. ഓക്കെ ഓക്കെ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എനിക്കും പിന്നെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് വള്ളസദ്യയുടെ ഷൂട്ടിന്. ആ വള്ളസദ്യയുടെ എപ്പിസോഡിനാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. എത്ര വർഷം മുമ്പാണ്? 2007, 2007. 2006-ലോ 2005-ലോ എടുത്ത എപ്പിസോഡിനാണ് 2007 അവാർഡ് കിട്ടിയത്. 20 ഇയേഴ്സ് ആവുന്നു. അപ്പം നമുക്കിനി അടുത്തത് വള്ളുവനാടൻ ഡിഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനവും എനിക്ക് പേഴ്സണൽ ഇഷ്ടമുള്ള സാധനവും പുളിയിഞ്ചിയാണ്. പുളി, മധുരം, എരിവ്, കയ്പ്, ചവർപ്പ് എന്ന് വെച്ചാൽ മലയാളത്തിലെ സ്വാദുകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ രസങ്ങളെന്ന് പറയുന്ന ഷഡ് രസങ്ങളാണ്. മധുരം, ഉപ്പ്, പുളി, കയ്പ്, ചവർപ്പ്, എരിവ്, ഇത്രയും സാധനങ്ങളാണ് ഷഡ് രസങ്ങൾ. ഈ രസങ്ങളെല്ലാം ഈ പുളിയിഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. മധുരത്തിന് നമ്മൾ ശർക്കര ചേർക്കും, ഇഞ്ചി, കയ്പും ചവർപ്പും ഇഞ്ചിക്കുണ്ട്, പിന്നെ മുളകിന് എരിവുണ്ട്, പിന്നെ ഉപ്പുണ്ട്, നമ്മൾ ഉപ്പ് അതിനകത്ത് ചേർക്കുന്നുണ്ട്, പിന്നെ പിന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, വാളംപുളിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വള്ളുവനാടൻ സ്റ്റൈലിൽ പുളിയിഞ്ചി ഉണ്ടാക്കി. അപ്പോൾ വള്ളുവനാട്ടുകാരുടെ പുളിയിഞ്ചി കത്തിക്കട്ടെ. കൈയടിച്ചു. ഐശ്വര്യമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ. പാചകം ഇഷ്ടമാണോ? എന്തൊക്കെ ഉണ്ടാക്കും? ചായ, ഓംലെറ്റ് ആണോ? ചായ ഉണ്ടാക്കും. അമ്മ അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ, മാഗി ഉണ്ടാക്കും, പപ്പടം കാച്ചും, വെള്ളം ചൂടാക്കും. ഇല്ലില്ല, ഞാൻ ഇതുപോലെ മോളുടെ കാര്യം പറഞ്ഞ പോലെ നോർത്ത് ഈ പനീറൊക്കെ ഉണ്ടാക്കും, പനീർ ബിരിയാണി ഉണ്ടാക്കും, അങ്ങനത്തെ കാര്യം. പക്ഷെ ഈ സാമ്പാർ, അവിയൽ അങ്ങനത്തെ കുറച്ച് കഷ്ടപ്പാടുള്ള സാധനം പക്ഷെ സിമ്പിളാ. ഇതിപ്പോ കാണുമ്പോൾ ഇനിയിപ്പോ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പഠിക്കാം. ഏറ്റവും സിമ്പിളാണ്. ഏറ്റവും സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ 3 or 4 ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവസാനം മിക്സ് ചെയ്യുന്ന പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം കടുക് താളിക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ നമ്മൾ കടുക് താളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദ്യം എണ്ണ ഇട്ടു, അത് ചൂടായി കഴിയുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി. അപ്പോൾ ആദ്യം ഇതിനകത്തേക്ക് കടുക്. ഞാൻ ഈ കുക്ക് ചെയ്യുന്നില്ലേ, കറക്റ്റ് ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര സ്പൂൺ എന്ന് പറഞ്ഞാൽ ആ സ്പൂൺ ലെവൽ ഇതൊക്കെ എടുത്ത് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇതിങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് എടുത്താൽ കണ്ടിട്ടേ അത് കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് ശീലിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കണ്ണളവാണ്, കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് ഇതിനകത്ത് ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ, നമ്മുടെ മലയാളി കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഇതിൻ്റെ റേഷ്യോ മാറിപ്പോവാതിരുന്നാൽ മതി. നമ്മുടെ മനസ്സിൽ ഇതിന് ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഒരു റേഷ്യോ ഉണ്ടാകണം. ആ റേഷ്യോ മാറിപ്പോവാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയാണ് അടുത്ത് ഇടേണ്ടത്. അപ്പോൾ ദിവ്യയുടെ ഫ്രഷ് കറിവേപ്പില തന്നെ വേണമെങ്കിൽ ഇടാം, വറ്റൽമുളകും ഇടാം. അതുകൂടെ ഇടാം. ഇതിൽ കുറച്ച് അധികം കറിവേപ്പില വേണം. ഇത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമേ കറിവേപ്പില ഇടാവൂ. ഇഞ്ചിയും പച്ചമുളക്, ഒരു 10-12 പച്ചമുളക്. ഇനി നമ്മളൊന്ന് ചുമയ്ക്കുമായിരിക്കും. ഇഞ്ചി ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ചുമ വരും. ഒരു 250 ഗ്രാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. ഇനി ഈ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളവും ചേർക്കാം, ശർക്കരയും ചേർക്കാം, മഞ്ഞൾപ്പൊടിയും ചേർക്കാം, മുളക് പൊടിയും ചേർക്കാം, ഉപ്പും ചേർക്കാം. എന്നിട്ട് കുറുക്കിയെടുക്കണം. എത്രയാണോ നമ്മൾ ഒഴിക്കുന്നത് അതിൻ്റെ പകുതിയേ പാടുള്ളൂ. അപ്പോൾ ഒന്ന് വറ്റി വരാനായിട്ട് സമയമെടുക്കും.
പെട്ടെന്ന് ഈ പ്രോസസ്സ് വളരെ എളുപ്പമാണ്, പക്ഷേ ആ കുറുകാനായിട്ട് ഇച്ചിരി സമയമാണ്. നല്ല ഫ്രഷ് ഇഞ്ചിയാണ് കിട്ടിയത്. ഇഞ്ചി ഇവിടുത്തെ അല്ലേ, വാങ്ങിയതാണ്, പക്ഷെ നല്ല ഫ്രഷ് നല്ല മണമുള്ള നാടൻ ഇഞ്ചി. അപ്പോൾ ഇഞ്ചി മൂത്തു, മണം വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യും. തീയൊന്ന് കൂട്ടി വയ്ക്കാം. ഇതേ സമയം തന്നെ ഇഞ്ചിയാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അതിൽ കുറച്ച് മതി നമുക്ക് ശർക്കര. പുളി അങ്ങനല്ലേ പറയാം. ആ, പുളി പിഴിഞ്ഞെടുത്തു. ഇനി പാകത്തിന് ഉപ്പ്. ഇനി ഇതേ സമയം തന്നെ പൊടികൾ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കൂടി മുളക് പൊടി, ചുക്ക് ലാസ്റ്റ്. ഇനി ഈ സാധനം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇത് തിളച്ച് കുറുകി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് കടുക് താളിച്ചു, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടു. അതിന് ശേഷം പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചി. പുളിയിഞ്ചി ആയതുകൊണ്ട് ഇതിൻ്റെ മെയിൻ ഇഞ്ചിയാണ് പ്രധാനം. അപ്പോൾ ഇഞ്ചിയും പുളിയാണ് പ്രധാനം. അപ്പോൾ അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിൽ കുറച്ചേ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് മൂത്ത് വന്ന സമയത്ത്, ഇഞ്ചി മൂത്ത് വന്ന സമയം നമ്മൾ അതിനകത്ത് പുളിവെള്ളം ചേർത്തു, ശർക്കര പാനി ഒഴിച്ചു. ഇനി ഇത് പകുതിയായി വരണം. കുറുകി പകുതിയായി വരുമ്പോഴത്തേക്ക് കറക്റ്റ് പാകമായിരിക്കും. ഉപ്പും ചേർത്തു, മഞ്ഞൾപ്പൊടിയും ചേർത്തു, മുളക് പൊടിയും ചേർത്തു. ഇനി ചുക്കുപൊടിയും പെരിങ്കായവും ചേർക്കാനുണ്ട്. പെരിങ്കായത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചുക്കുപൊടി അവിടെ ഉണ്ട്. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ളത് ഇവിടെ. ഇനി സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കാന്ന് പറഞ്ഞ് കൈവയ്ക്കാതെ സെറ്റല്ലേ? സെറ്റാണ്. കൃഷ്ണ എന്തോ ഇതുവരെ പാചകക്കാരുടെ കൂടെ നിന്നിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ ഇതിനു മുന്നേ സദ്യ മാസ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് മദേഴ്സ് കിച്ചണിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രം സദ്യ കഴിഞ്ഞ വർഷം ഓണത്തിന്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഒന്നുകൂടി കുറുക്കിയാൽ നമുക്ക് ഒരു മാസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഗ്ലേസിങ്. ഇനി ഇതിൻ്റെ മണം മാറാൻ പോകുന്നത്, ഇപ്പം ഈ പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ പുളിയിഞ്ചി ഇപ്പോൾ ഈ തൃശ്ശൂർ സൈഡിലേക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ല. പിന്നെ ഈ ഒറ്റപ്പാലം, അത് കഴിഞ്ഞിട്ട് പാലക്കാടിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുറുക്കുന്ന കൺസിസ്റ്റൻസി മാറും, ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലത് മാറും. മണം വരുന്നത് അവസാനം ഇതിൻ്റെ, ഇപ്പോൾ തീ കുറയ്ക്കാം നമുക്ക്. ഇതിൻ്റെ കുറച്ച് ചുക്കുപൊടി, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചുക്കുപൊടി, ചിലർ ജീരകപ്പൊടി ഇടാറുണ്ട്. ഞാനിവിടെ കുറച്ച് പെരുങ്കായം, ഒരു നുള്ള് കായപ്പൊടി, പെരുങ്കായത്തിൻ്റെ പൊടി. മണം മാറി അല്ലേ? കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പഴകിയ പുളിയായിരുന്നെങ്കിൽ ഒന്നുകൂടി കറുപ്പ് കളർ വന്നത്. ഇതിപ്പോൾ നമ്മൾ അധികം പഴക്കമില്ലാത്ത പുളിയിലാണ് ഉണ്ടാക്കിയത്. പഴക്കമുള്ള പുളിയാണെങ്കിൽ ബ്ലാക്ക് കളർ വന്നത്. മിക്സ്ഡ് ആയിട്ടുള്ള മണം വരുന്നുണ്ട്. ആ ലാസ്റ്റ് ചുക്കുപൊടിയും പെരുങ്കായം കൂടെ ചേർക്കുമ്പോഴാണ് മണം വരുന്നില്ലേ? ഇപ്പം നേരത്തെ ഉള്ള മണം മാറിയില്ലേ? ഇതാണ് പുളിയിഞ്ചി. അതെ അതെ അതെ, ദഹനത്തെ സഹായിക്കുകയും ചെയ്യും. ടേസ്റ്റ് ചെയ്യാം.
ഇഞ്ചി കടിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ വെച്ചത് ഇങ്ങനെ വെന്തുടഞ്ഞിട്ടുണ്ടാകും. ഇഞ്ചിയുടെ ഇഞ്ചി കഷ്ണങ്ങളുണ്ടാവും. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ശർക്കര ഉള്ളതുകൊണ്ട് കുറച്ച് ചൂടായിരിക്കും, അതാണ്. അടിപൊളിയല്ലേ? സൂപ്പർ. അപ്പോൾ ചേട്ടാ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓണക്കാലമാണ്, ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഓണത്തിൻ്റെ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നല്ല ഓണം ഉണ്ടോണം. ശരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.